മുൻ വിദേശകാര്യ മന്ത്രി കെ നട്വർ സിംഗ് അന്തരിച്ചു. അദ്ദേഹത്തിന് 93 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബൽറാം, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലും ഭരണസ്ഥാപനത്തിലും ഒക്കെ തന്നെ പേരെടുത്ത പ്രശസ്ത വ്യക്തിയായിരുന്നു ഡോക്ടർ നട്വർ സിംഗ്. കെ നട്വർ സിംഗിൻ്റെ നിര്യാണം എത്ര മണിക്കാണ് ഉണ്ടായത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒപ്പം തന്നെ വിദേശകാര്യ ഇടപെടലുകളുമായുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പേരാണ് കെ നട്വർ സിംഗിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഉണ്ടായത്. മെദാന്ത ആശുപത്രിയിൽ, ഗുരുഗ്രാമിലെ മെദാന്ത ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി അദ്ദേഹം പൊതുമണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ പല വിദേശകാര്യ ഇടപെടലുകളിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു IFS ഓഫീസർ എന്ന നിലയിൽ. തുടർന്ന് പിന്നീട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ഘട്ടങ്ങളിലും ആ കാലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് വിദേശകാര്യ മന്ത്രി അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹം സഹമന്ത്രിയായും വിദേശകാര്യ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ളത് ഒട്ടേറെ രാഷ്ട്രീയ കോളിളങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും അദ്ദേഹം 93-ാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും. എസ് കെ. താങ്ക് യു ബൽറാം നെടുങ്ങാടി.